ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിനെ പാടി സ്തുതിക്കുവാനും വാഴ്ത്തി മഹത്വപ്പെടുത്തുവാനും നാം ഒന്നിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒന്നിച്ച് ചേർന്ന് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളതിനെ സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. കൊയർ ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടും. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ കഴിയുന്നത്രയും എഴുന്നേറ്റ് നിൽക്കുകയും തിരുവചനത്തെയും തിരുസാന്നിധ്യത്തെയും മനസ്സിലാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനയോട് സമർപ്പണത്തോടെ ആയിരിക്കാം. എന്നെ കരുതും, എന്നെ പുലർത്തും എന്നുള്ള പാട്ട് കൊയർ ലീഡ് ചെയ്യുമ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. Thank you, God, for this amazing grace. Glory to you, Lord.
പറക്കും വസ്ത്രത്തെയും ഇരുളറിയിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും വസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. ആശ്രയിപ്പാനെനിക്കെന്നും ഹല്ലേലൂയ സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. കരുണാസമ്പൂർണനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ മക്കളായ അടിയങ്ങൾക്ക് കർത്താവെ ഒന്നിച്ച് അവിടുത്തെ തിരുപാദപീഠെ ചേർന്ന് വന്ന് തിരുമുഖത്തേക്ക് നോക്കുവാനും കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുവാനും അങ്ങേപ്പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിൽ തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടം കൂടി ഞങ്ങളെ വിട്ട് കടന്നുപോയി കർത്താവെ. ഞങ്ങളായിരുന്ന ഇടങ്ങളെല്ലാം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. സമാധാനത്തോട്, സന്തോഷത്തോട്, ദൈവസ്നേഹത്തോട്, ആരോഗ്യത്തോട്, ബലത്തോട് കർത്താവിനെ പാടി സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഇന്നിങ്ങനെ ലഭിച്ചിരിക്കുന്ന വലിയ സാവകാശത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ വീണ്ടും സ്തുതിക്കുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല എന്നരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കുവാൻ, അവിടുത്തെ പരിപാലനത്തിൽ ഓരോ ദിവസവും ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. ഹല്ലേലൂയ. എല്ലാത്തിനായിട്ട് ഞങ്ങൾ ഒന്നിച്ച് നന്ദി പറയുന്നു കർത്താവേ. അവിടുത്തെ പാദപീഠ ചേർന്ന് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചിട്ടുള്ള ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധി ഞങ്ങളായിരിക്കുന്നു കർത്താവെ. അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാൻ കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾ വ്യാപരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണം. ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരായി അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും നീ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങളതിനെ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരുന്നായിട്ട് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണം. പാടുവാൻ ഞങ്ങളെ സഹായിച്ചായിട്ട്, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കായിട്ട്, സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചായിട്ട്, വചനത്തിൻ്റെ ആലോചനകൾ ഞങ്ങളെ കേൾപ്പിക്കുമാറാകണം. അവിടുത്തെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാൻ എല്ലാവരെയും കർത്താവ് ഇടയാക്കും. ഒന്നിച്ചായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാക്കണമേ. ഹല്ലേലൂയ. അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ അപ്പച്ചാന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാനൊരു ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിലിരിക്കാം. ചില പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും പോവുകയാണ്. എല്ലാ അന്യ ചിന്തകളും വെടിഞ്ഞ്, എല്ലാ ചിന്തകളും വെടിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പണത്തോട് വേർപെട്ടിരുന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ചില പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നാം പോവുകയാണ്. പ്രാരംഭമായിട്ട് മഹൽ സ്നേഹം പഴയ പാട്ടാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ധ്യാനത്തോടെ പാടി
കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. മഹൽ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവിടിഞ്ഞു. മഹൽ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവിടിഞ്ഞു. മഹൽ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. സ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. സ്വർഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മനുവേ
സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകൾക്കായിട്ട്, ദൈവം വീണ്ടെടുത്ത കൃപകൾക്കായിട്ട് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ, നിത്യത മുഴുവനും കർത്താവിനെ സ്തുതിക്കുവാൻ നാം നിത്യതയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ വലിയ ദൈവത്തിൻ്റെ അത്യന്ത ധനം, ഹല്ലേലൂയ കൃപയുടെ അത്യന്ത ധനം കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അനുദിനം ആ ക്രൂശിലൂടെ സാധ്യമായത് എന്താണ്? ഉലക സ്ഥാപനത്തിന് മുൻപ് ഉളവായ ഒരു അൻപാൽ. നാം അങ്ങനെ പാടിയത്, ഉലക സ്ഥാപനത്തിന് മുമ്പുളവായൊരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പ്, ഉലക സ്ഥാപനത്തിന് മുൻപേ ഉളവായ ഒരു അൻപാൽ. ഹല്ലേലൂയ. നാം ജനിക്കുന്നതിന് മുമ്പേ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുമ്പേ, എന്തിന് ആദാമിനെ ഹവ്വായെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ഈ ഉലകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉളവായ ഒരു അൻപാൽ കർത്താവ് നമ്മളെ കണ്ടിരുന്നു, നമ്മളെ വിളിച്ചു വേർതിരിച്ചു. ഹല്ലേലൂയ. ഒരിക്കൽ വലിയ മഹാഭാഗ്യമോർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയം നിറഞ്ഞ് ഹല്ലേലൂയ ആ നന്ദി നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കട്ടെ, ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കട്ടെ. കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാകട്ടെ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ എന്നുള്ള പാട്ട് പാടുമ്പോൾ നമുക്ക് പാടി സന്തോഷിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയായി. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ, വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയായി. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ. എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ പാപം തീർത്തു നീ നിൻ ശാപമൃത്യുവാൻ, എൻ പാപം തീർത്തു നീ ശാപമൃത്യുവാൻ. എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ, ദൈവ സ്നേഹദീപമേ, എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ, ദൈവ സ്നേഹദീപമേ, സ്വന്തമാക്കിയ നിൻ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളെല്ലാം, സ്വന്തമാക്കിയ നിൻ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളെല്ലാം. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയായി. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ. സ്വർഗീയനോട് എന്നെ ഇണയ്ക്കയും, സ്വർഗീയനോട് എന്നെ ഇണയ്ക്കയും, നിൻ ജീവൻ മൂലമായി തൻ പുത്രനാക്കിയും, നിൻ ജീവൻ മൂലമായി തൻ പുത്രനാക്കിയും, നീ എൻ ജ്ഞാനം നീതിശുദ്ധിയും ദിവ്യ സമാധാനവും, നീ എൻ ജ്ഞാനം നീതിശുദ്ധിയും ദിവ്യ സമാധാനവും, വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയായി സ്തുതി പാടും നന്ദിയായി, വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയായി സ്തുതി പാടും നന്ദിയായി. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയായി. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ. മരുവാസമാകവേ ആശ്വാസമേതുമേ, മരുവാസമാകവേ ആശ്വാസമേതുമേ, കാണാതൊഴന്നു ഞാൻ പാരം തളർന്നിതാ, കാണാതൊഴന്നു ഞാൻ പാരം തളർന്നിതാ. കൂട്ടുകാരും ഇല്ല ശ്വാസമായി, എനിക്കില്ല ശ്വാസമായി, കൂട്ടുകാരും ഇല്ല ശ്വാസമായി, എനിക്കില്ല ശ്വാസമായി. കർത്തനേശുവിൻ സഖിത്വമുള്ള ഞാൻ എന്തു പാരും ക്ഷീണിപ്പാൻ. യെസ്, കർത്തനേശുവിൻ
Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തരുന്ന എത്രയോ വലിയ ഭാഗ്യം കർത്താവിനെ പാടി സ്തുതിക്കുവാൻ. ഈ ലോകത്തിൽ, ഈ മൺകൂടാരത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ അതെന്താണെന്ന് വാസ്തവമായിട്ട് മനസ്സിലാക്കി ഹൃദയം നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിൻ്റെ വരവിൽ ചേർക്കപ്പെടുമെന്നുള്ള വലിയ പ്രത്യാശയോട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ ഒരു വലിയ മഹാഭാഗ്യം. ഹല്ലേലൂയ. നാം പാടിയതിങ്ങനെ, എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ പാപം തീർത്തു നീ നിൻ ശാപം മൃത്യുവാൽ. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കർത്താവ് ക്രൂശിലേറി എൻ്റെ പാപം തീർത്തു നിന്റെ ആ ശാപം മൃത്യുവാൽ. നമ്മുടെ ശാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് കാൽവറിയിൽ യാഗമായ അതിലൂടെ നമുക്ക് ഒരുക്കിയിരിക്കുന്ന വലിയ രക്ഷാ പദ്ധതി, അതനുദിനം സന്തോഷിക്കുവാൻ, അനുനിമിഷം അത് ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അറ്റ്ലീസ്റ്റ് ഞായറാഴ്ചകളിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോഴെങ്കിലും ഓർത്തോർത്ത് കർത്താവിനെ സ്തുതിക്കുവാൻ, മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അങ്ങനെ പാടി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ശുശ്രൂഷകൾ നിറപടിയായി നിവർത്തിക്കണമല്ലോ. ഞാൻ ബൈബിൾ റീഡിങ്ങിനായിട്ട് കടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കഴിയുന്നത്രയും ബൈബിൾ കയ്യിലുള്ളവർ അതെടുക്കുകയും അത് വായിക്കുകയും ചെയ്തായിട്ട് സിസ്റ്റർ ഷെബി തോമസ് മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ബൈബിൾ കരങ്ങളിലുള്ളവരെല്ലാവരും അതെടുക്കുകയും വായിക്കുന്ന ഭാഗം ധ്യാനിക്കുകയും ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. സിസ്റ്റർ ഷെബി തോമസ്. പ്രൈസ് ദി ലോർഡ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു. അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്നായിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെയല്ല, അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകര കാലത്തോളം ചുമത്തിയിരുന്ന ജഡിക നിയമങ്ങളത്രേ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമായുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശു ഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യ അവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ ആകുന്നു. നിയമം ഉള്ളിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമോ നിയമം സ്ഥിരമാക്കുന്നത്. നിയമകർത്താവിൻ്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണത്തിന്മേലും എല്ലാം രക്തം തളിച്ചു. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു.
രക്തം ചൊരിഞ്ഞിട്ടതല്ലാതെ വിമോചനമില്ല. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. വായിച്ചു കേട്ട അനുഗ്രഹീതമായ ആ വേദഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കരയറ്റാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതായ വേദവചനം. ഹല്ലേലൂയ. ദൈവിക അരുളപ്പാടുകൾ ഭൂമിയിൽ എഴുതുന്നതിന് മുമ്പേ സ്വർഗത്തിൽ സെറ്റിലായിരുന്നതായ ആ സ്വർഗീയ വചനങ്ങൾക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത് നമ്മുടെ കരങ്ങളിൽ എഴുതി ലഭിക്കുവാൻ, നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ വായിച്ച് സ്തുതിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് ദൈവം ഭാഗ്യം തന്നിരിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ തിരുവചനം നമ്മളോട് സംസാരിക്കുവാൻ, ഇത് ഈ ഒരാഴ്ചപ്പെട്ട കാലം മുഴുവനും നമ്മുടെ മൺകൂടാരങ്ങളിൽ ദൈവിക ശക്തിയായി വ്യാപരിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. തുടർമാനമായിട്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 5 വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ ആ വിഷയങ്ങളെ സമർപ്പിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാവരും ഉത്സാഹത്തോടെ ഈ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ട്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ള വിഷയങ്ങളിൽ കർത്താവിൻ്റെ അദൃശ്യകരമായ ആ ഒരു വലിയ സാന്നിധ്യം കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. തുടർന്നും കർത്താവ് നമ്മളെ നയിക്കേണ്ടതിനായിട്ട്. കാര്യം നാം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. നമ്മുടെ ആരുടെ നാമത്തിൻ്റെ മഹത്വത്തിനോ നമുക്ക് പേരോ പെരുമയോ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടോ അല്ല. കർത്താവിൻ്റെ നാമം മഹിമപ്പെടണം. ആ ക്രൂശ് ഉയരപ്പെടണം. ആ ക്രൂശിലൂടെ നിവർത്തിച്ച രക്ഷണ പ്രവൃത്തി ലോകമാകെ പ്രസിദ്ധമാകണം. അതിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിറപടിയോടെ നിവർത്തിക്കുവാൻ ദൈവം വേണ്ടുന്ന എല്ലാ കൃപകളും നമ്മുടെ മേൽ പകരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ക്രൂശിലൂടെ നിവർത്തിച്ച രക്ഷണ പ്രവർത്തിക്കായിട്ട് ദൈവത്തിന് നന്ദി പറയാം. അത് ഏറ്റെടുത്ത് ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് ചർച്ചിനായിട്ട് പ്രാർത്ഥിക്കാം. ദ തുറന്നോസിൻ്റെ പാഠശാലയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. അപ്രൂവ്ഡ് വർക്ക്മെൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ട് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് TV-ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് ഹിന്ദി സെഷനുകൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നർ സർക്കിളിനായിട്ട് പ്രാർത്ഥിക്കാം. ICPM-നായിട്ട് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇന്നർ സർക്കിൾ മെമ്പേഴ്സ്, അവരുടെ കുടുംബങ്ങൾ, അതുപോലെ തന്നെ സഭാ നേതൃത്വങ്ങൾ, സഭയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ, അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ലീഡേഴ്സ്, അവരുടെ കുടുംബങ്ങൾ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ജനം ഈ സത്യം അറിഞ്ഞ് ആയിരങ്ങളോട് ചേർന്ന് ഈ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുകയും കർത്താവിനെ പാടി സ്തുതിക്കുകയും ചെയ്യുന്ന ദൈവജനം എല്ലാവർക്കായിട്ട് നമുക്ക് നന്ദിയോടെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വരും ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ആയിരങ്ങളെ ഈ സന്ദേശം അറിയിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഭാ കൂടിവരവുകളായി വന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ദൈവിക നടത്തിപ്പിനാൽ നിറവേറപ്പെടേണ്ടതിനായിട്ടും ആ ദേശത്ത് അനേകർ കൂടി വരേണ്ടതിനായിട്ടും ദൈവം സഹായിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജൂലൈ 14-ാം തീയതി ക്രമീകരിച്ചിരിക്കുന്ന ആ സഭായോഗത്തിനായിട്ട്, ആ ഒരു വലിയ കൺവെൻഷൻ മീറ്റിങ്ങിനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഉത്തർപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ കടന്നു വരുന്നവർക്കായിട്ട് നമുക്ക് വിശേഷാൽ പ്രാർത്ഥിക്കാം. ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ നിലയിലും ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ന് അനേകർ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ച് നമ്മളോടൊപ്പമായിട്ടുണ്ട്. അവരെ ദൈവം സഹായിക്കട്ടെ. രോഗങ്ങൾ, പ്രയാസങ്ങൾ, പലര് ഹോസ്പിറ്റലുകളിൽ ഒക്കെ ആയിരിക്കുന്നു. അവരെയൊക്കെ ദൈവം സൗഖ്യമാക്കുകയും വിടുതലയക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. മാനസികമായി, സാമ്പത്തികമായി, ശാരീരികമായി ഒക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. ദൈവം അവർക്കൊക്കെ സമാധാനത്തെയും സൗഖ്യത്തെയും വിടുതലിനെയും അയക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ വിശുദ്ധ സഭായോഗത്തിൽ കൂടി വന്നിരിക്കുന്നവർ പല പ്രയാസങ്ങളായിട്ട് നിൽക്കുന്നവരുണ്ട്. നമ്മെ തുടർന്നും ശ്രദ്ധിക്കുമ്പോൾ ഈ വിഷയത്തിൽ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ അനുകൂലമായി കാണണമെന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്നവരുണ്ട്. അതിൽ
അതിലൊക്കെ കർത്താവ് അവരെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, വിടുതൽ അയക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കണം. വചന ശുശ്രൂഷയെ വിശേഷാൽ കർത്താവ് അനുഗ്രഹിക്കണം. ആ വചനം അനേകരുടെ ഹൃദയങ്ങളിലോട് ഇടപെടുവാൻ, അനേകർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ, കർത്താവിനെ അറിയുവാൻ, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, അനേകർ മടങ്ങി വരുവാൻ, എല്ലാ നിലയിലും അനുഗ്രഹം പ്രാപിപ്പാനൊക്കെ അതിലൂടെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി തലയെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് ഞങ്ങൾ തിരുമുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കുന്നു. അവിടുത്തെ കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തേണ്ടതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ഞങ്ങളുടെ പിതാക്കന്മാരോട് കൂടെ നടന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ ദിവസവും അനുഭവിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥിക്കുവാനായി സമർപ്പിച്ച എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ കർത്താവ് ഇടയാക്കിക്കാട്ട്. വിശേഷാൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന അനേകർ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് തലയെ വണക്കിയിരിക്കുന്നു. കർത്താവ് അവരുടെ മേൽ തൃക്കരം വയ്ക്കുമാറാകണം. മൺകൂടാരത്തിൽ അവിടുത്തെ ശക്തി വ്യാപരിക്കുമാറാകണം. എല്ലാ പ്രശ്നങ്ങളും മാറി നന്ദിയുള്ളതോടെ കർത്താവിനെ സ്തുതിക്കുവാൻ പരിശുദ്ധ പിതാവേ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കും. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനും ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും കാരണമാക്കും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വിശുദ്ധ സഭായോഗമായി കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം, അതിൻ്റെ 10-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു: അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അനുഗ്രഹീതമായ ഈ വേദഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അനുഗ്രഹീതമായ ഒരു വേദവാക്യമാണിത്. ഇതിനെ അൺപാക്ക് ചെയ്യാൻ നോക്കിയാൽ എത്ര സമയം സംസാരിച്ചാലും സുദീർഘമായിട്ട് സംസാരിക്കാവുന്ന ഒരു വിഷയമാണ്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും കർത്താവ് യേശു ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. ആ ഒരു വിഷയം ഒരല്പമായിട്ടെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ദൃഢനിശ്ചയം ആ വിഷയത്തെ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട്, ആ വിഷയം ഒരല്പമായിട്ടെങ്കിലും നിങ്ങളുടെ ഉള്ളത്തിലേക്ക് പകരുവാൻ ഞാൻ ഈ വചനത്തിൽ കൂടി കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക? ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ എന്താണ് നടക്കാൻ പോകുന്നത്? നമ്മുടെ മുന്നോട്ടുള്ള ടൈം പീരീഡ്, ആ ടൈം ലൈൻ എന്താണ്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരല്പമായിട്ട് പറഞ്ഞ് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം എങ്ങനെ ക്രിസ്തുവിൽ ഒന്നായി ചേരുന്നു എന്നുള്ള വിഷയം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കൊന്ന് പകരപ്പെടുവാൻ ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. ഒരല്പം പശ്ചാത്തലം ഒന്ന് പറയേണ്ടതായിട്ടിരിക്കുന്നു. ഈ വചനം എഴുതിയിരിക്കുന്ന എഫേസ്യ ലേഖനത്തെക്കുറിച്ചും ഒരല്പമായിട്ട് ഒരു പശ്ചാത്തലം ഒന്ന് പറഞ്ഞ് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ 3 മിഷണറി യാത്രയും കഴിഞ്ഞ് താൻ ഏകദേശം കൊരിന്തിൽ നിന്നും മടങ്ങി മക്കതോന്യ വഴി എഫെസോസിൽ എത്തിച്ചേരുന്ന ഒരു ഭാഗം നമുക്കറിയാം. തനിക്ക് എഫെസോസിലോട്ട് അടുക്കുവാൻ കഴിയാതെ മിലത്തോസിൽ എത്തിയതിന് ശേഷം മിലത്തോസിൽ നിന്നും എഫെസോസിലുള്ള മൂപ്പന്മാരെ എല്ലാവരെയും വരുത്തുകയും മിലത്തോസിൽ വെച്ചൊരു ഫെയർവെൽ മീറ്റിംഗ് നടക്കുകയും അവർ പൗലോസിന് ഒരു വലിയ യാത്രയയപ്പ് നൽകുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പോളിൻ്റെ ഒരു ഫെയർവെൽ നോട്ടും ഫെയർവെൽ മീറ്റിങ്ങും ഒക്കെയാണ് ആ 20-ാം അധ്യായത്തിൻ്റെ ഒരു 20-ാമത്തെ വാക്യമൊക്കെ മുതൽ നമുക്കതിനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഓരോ ലൈനുകളും വളരെ ത്രില്ലിംഗ് വാക്കുകളാണ്. പോളിൻ്റെ വായിൽ നിന്ന് വരുന്നതും ആ തൂലികയിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും ദൈവിക സ്നേഹം തുളുമ്പുന്ന ആ ഒരു ദൈവിക കൽപ്പനകൾ, നാം എന്ത് ചെയ്യണം എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം മറ്റുള്ളവരിലേക്ക്, സഭയിലേക്ക് പകരുന്ന ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ ആ ഭാഗങ്ങളിൽ നമുക്ക് കാണുന്നത്. ഞാൻ അവിടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. പെട്ടെന്ന് ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാമത്തെ അധ്യായം അതിൻ്റെ
അതിൻ്റെ 20 മുതൽ 17 മുതലേക്ക് വായിച്ചു കഴിഞ്ഞാൽ മിലത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളെ അയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത് വളരെ താഴ്മയോടും കണ്ണീരോടും, അത് അങ്ങനെ തപ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. 29-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ തപ്പോട്ട് വായിക്കാം. അവിടെ പറയുകയാണ്, ഞാൻ പോയ 28-ാമത്തെ വാക്യം, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷനാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടി അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. വലിയ ഒരു എന്താ പറയുന്നത്, ഒരു ഫെയർവെൽ നോട്ട് പ്രസംഗമാണ് പോൾ അവിടെ നടത്തുന്നത്. അതല്ല നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത്, അതെല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് പൗലോസിനെ അവർ യാത്ര അയക്കുക. എഫെസോസിൽ നിന്നും തിരിച്ച് യെരുശലേമിലേക്കും അവിടെ നിന്നും താൻ അന്ത്യോക്യയിലേക്കും പോകണം. എന്നാൽ അവിടെ നിന്ന് പോരുമ്പോൾ തന്നെ ഇനി പൗലോസിൻ്റെ മുഖം അവർ കാണുകയില്ല. കാര്യം യെരുശലേമിൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും, ഒരു പക്ഷെങ്കിൽ തന്നെ അവിടെ കൊല ചെയ്യുവാൻ തന്നെ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പലർക്കും വെളിപ്പെടുകയും അവർ പൗലോസിനെ സ്റ്റോപ്പ് ചെയ്യുവാനായിട്ടും യെരുശലേമിലേക്കും അന്ത്യോക്യയിലേക്കും തൽക്കാലം പോകണ്ട എന്ന് പറയുവാനായിട്ടൊക്കെ ആഗ്രഹിച്ചെങ്കിലും പോൾ പറയുന്നത്, ഞാൻ എൻ്റെ ജീവനെ വലിയതായി എണ്ണുന്നില്ല. കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്, ഒരു കൃപയുടെ സുവിശേഷമുണ്ട്, ഒരു ക്രൂസിൻ്റെ സുവിശേഷമുണ്ട്. അത് പ്രസിദ്ധമാക്കുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്, എന്നെ തടയരുത് എന്നൊക്കെ പറഞ്ഞ് പോൾ അവിടെ നിന്ന് പോകുന്നതും അവർ പൗലോസിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്നതും ചുംബിക്കുന്നതും അവൻ്റെ മുഖമിനിയും കാണുവാൻ കഴിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നൊരു ഭാഗമൊക്കെ വളരെ വികാരാതീതമായ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിലേക്ക് പോവുകയും യെരുശലേമിൽ ചെന്ന് കഴിയുമ്പോൾ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, യെരുശലേമിൽ ചെന്ന് കഴിയുമ്പോൾ തനിക്കെതിരായിട്ട് അവിടെ വലിയ ഗൂഢാലോചനകൾ അവർ ചെയ്യുകയും യെരുശലേം ദേവാലയം താൻ ഒരു ജാതീയനെ കൊണ്ടുവന്ന് തീണ്ടിച്ചു കളഞ്ഞു എന്നൊരു കള്ളക്കേസ് തൻ്റെ പേരിൽ കെട്ടിച്ചമയ്ക്കുകയും അങ്ങനെ അവർ പോളിനെ പിടിക്കുകയും ഉപദ്രവിക്കുകയും കൊന്നുകളയുവാനായിട്ട് അവർ ശപഥം ചെയ്യുകയും 40 പേർ ഉപവാസം എടുത്തിട്ട് ഇവനെ കൊന്നുകളയുന്നത് വരെ ഞങ്ങളൊന്നും കഴിക്കത്തില്ല, ആഹാരം കഴിക്കത്തില്ല എന്നുവരെ ശപഥം ചെയ്ത് അവിടെ പോളിനെ ഒടുക്കിക്കളയുവാനായിട്ട് ശ്രമിക്കുകയും, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ താൻ അവിടെ നിന്ന് അവിടുത്തെ സഹസ്രാധിപൻ്റെ സഹായത്തോടുകൂടി തന്നെ അവിടുന്ന് മാറ്റുകയും നമ്മുടെ കൈസരിയയിലേക്ക് തന്നെ മാറ്റുകയും കൈസരിയയിലെ ജയിലിൽ ഫെലിക്സിൻ്റെ അധീനതയിൽ താനായിരിക്കുകയും ആ ജയിലിലായിരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാം. ആ കൈസരിയയിലെ ജയിലിൽ താനായിരിക്കുമ്പോൾ തന്നെ യെരുശലേമിലേക്ക് വിട്ടുകൊടുക്കാനും യെരുശലേമിൽ വീണ്ടും ഒരു വിചാരണയൊക്കെ നടത്തി പോളിനെ ഇല്ലായ്മ ചെയ്യുവാനും ഒക്കെ അവരാകുന്നത് ശ്രമിച്ചെങ്കിലും പോൾ പറഞ്ഞു, ഞാൻ ഒരു റോമ പൗരനാണ്, ഞാൻ റോമൻ അധികാരത്തിൽ ഉള്ള ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ കൈസറുടെ അടുക്കൽ അയക്കണമെന്ന് പറയുകയും കൈസറുടെ അടുക്കിലേക്ക് റോമിലേക്ക് തന്നെ അയക്കുകയും ചെയ്യുന്നതായിട്ടൊക്കെ തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് പോളിൻ്റെ 3 മിഷണറി യാത്രയും കഴിഞ്ഞതിന് ശേഷം യെരുശലേമിലും അതിനുശേഷം കൈസരിയയിൽ നിന്നും തന്നെ റോമിലേക്ക് വീണ്ടും ഈ കൈസറുടെ അടുത്തേക്ക് ആ ഒരു അന്ത്യവിധിക്കായിട്ട് അയക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ കൈസറുടെ സ്ഥലത്ത് വെച്ച് റോമിൽ വെച്ച് പോളിനെ വധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ആ അവസാനത്തെ യാത്രയിൽ താൻ റോമിൽ എത്തിക്കഴിയുമ്പോൾ, റോമിൽ ഒരു കാരാഗ്രഹത്തിൽ, ഒരു ജയിലിൽ താൻ ആയിരിക്കുമ്പോൾ അവിടെ ദൈവം അനേക കാര്യങ്ങൾ തനിക്ക് ദൈവം കാണിച്ചു കൊടുക്കുകയും അതൊക്കെ ആ ഒരു സാവകാശത്തിൽ, ആ ഒരു കാരാഗ്രഹത്തിലെ സാവകാശത്തിലിരുന്ന് പാടി സ്തുതിക്കുകയും അതൊക്കെ എഴുതുകയും ചെയ്യുവാനായിട്ട് ദൈവം ഭാഗ്യം കൊടുത്തു. അങ്ങനെ എഴുതിയ പുസ്തകങ്ങളാണ് എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലമോൻ എഴുതിയ ലേഖനം. ഇതിനെയാണ് കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയുന്നത്.
പറയുന്നത് ഈ റോമിലെ കാരാഗ്രഹത്തിൽ വെച്ച് എഴുതിയ ലേഖനങ്ങളാണ്. ഇതിലെ എഫേസ്യ ലേഖനമാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. ഞാൻ എന്തിനാ മുമ്പേ പറഞ്ഞത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്നൊക്കെ പോൾ പ്രസംഗിക്കുന്ന ആ ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോൾ ഇവിടുന്ന് പോയതിന് ശേഷം തന്നെ ഇപ്പോൾ ഈ റോമിലായിരിക്കുമ്പോൾ ഏകദേശം ഒരു 3.5-4 വർഷത്തെ കാലയളവായി കഴിഞ്ഞു. അതിനോടിടയിൽ വലിയ മാറ്റങ്ങൾ ആസിയയിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി. എഫെസോസിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി. പോൾ പ്രവചിച്ചതുപോലെ തന്നെ, ആ പ്രാവചനിക ഭാഷയിൽ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ അവരുടെ ഇടയിൽ കടക്കുവാനായിട്ടിടയായി. വിപരീത ഉപദേശം പ്രസംഗിക്കുന്ന ആൾക്കാർ അവരുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കുവാനായിട്ടിടയായി. ഒത്തിരി വിവരണമൊക്കെ കൊടുക്കേണ്ടതാണ്. ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുവാനും ക്ലാസ്സുകളായിട്ട് എടുക്കുവാനും ഒക്കെ സമയം ലഭിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കും. എഫേസ്യ ലേഖനമൊക്കെ പഠിക്കുമ്പോൾ നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. എന്നാൽ അവിടെ അങ്ങനെ ഒരു വിശ്വാസത്യാഗം സംഭവിക്കുകയും അനേകർ വിശ്വാസത്തിൽ നിന്ന് വീണുപോകുകയും മറ്റ് ദുരുപദേശങ്ങളിലേക്ക്, ആര്യനിസം മാതിരിയുള്ള, അല്ലെന്നുണ്ടെങ്കിൽ സബല്യനിസം ഒക്കെ മാതിരിയുള്ള മറ്റു ദുരുപദേശങ്ങളിലേക്കും പാഗനിസത്തിലേക്കും ഒക്കെ ഒത്തിരി പേര് മാറ്റപ്പെടുവാനായിട്ടും, അതുപോലെ തന്നെ ക്രിസ്തീയ ഉപദേശം എന്ന് പറയുന്ന മശിഹൈക യഹൂദിയ ഉപദേശം ഒക്കെ പടരുവാനായിട്ട് ഇടയായി. അങ്ങനെ അനേകർ ആ ഉപദേശങ്ങളിലൊക്കെ വീണു പോകുവാനായിട്ട് ഇടയായി കഴിഞ്ഞപ്പോൾ കൊലോസിയിലെ സഭ, അതായത് ഫിലമോന്റെ ഭവനത്തിൽ കൂടി വരുന്ന ആ ഒരു സഭ, അവിടുന്ന് എപ്പഫ്രാസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ശുശ്രൂഷകനെ റോമിലേക്ക് അയക്കുകയാണ്. എന്തിന്? ഈ പൗലോസിനെ ഈ വിഷയങ്ങളൊക്കെ ധരിപ്പിക്കുവാനും, പൗലോസ് ശുശ്രൂഷിച്ച ആ ദേശത്ത് ഇത്ര വലിയ വിശ്വാസത്യാഗം സംഭവിച്ചിരിക്കുന്നു, അനേകർ ദുരുപദേശത്തിലേക്ക് വീണുപോയിരിക്കുന്നു, ഈ കാര്യത്തിൽ നിന്ന് സഭകളെ എങ്ങനെ അതിൽ ഉറപ്പിച്ചു നിർത്തും, ആ ഒരു വിഷയത്തിന് ആരായുവാനായിട്ട് എപ്പഫ്രാസിനെ റോമിലേക്ക് അയക്കുകയും ആ റോമിലെ കാരാഗ്രഹത്തിൽ ചെന്ന് പോളിനോട് ഈ വിഷയങ്ങൾ അറിയിക്കുകയും ചെയ്യുമ്പോൾ ആ കാരാഗ്രഹത്തിൽ നിന്നും പോളിന് ഒരു പരോൾ മാതിരി ഒരു ബ്രേക്ക് ലഭിക്കുകയും താൻ വീണ്ടും ഈ മക്കധോനിയയിലേക്കും ആസിയയിലേക്കും ഒക്കെ വരുന്നതായിട്ടും സ്പെയിനിലേക്കൊക്കെ പോകുന്നതായിട്ടും ഒക്കെ നമുക്ക് അറിയുവാനായിട്ട് കഴിയും. അതിനുശേഷം ആ സമയത്ത് പോൾ തിരിച്ച് കാരാഗ്രഹത്തിൽ വന്നതിന് ശേഷം എഴുതിയ ലേഖനമാണ് 2 തിമോത്തി. ആ സമയത്താണ് എഴുതുന്നത്. അവിടെയൊക്കെ എഴുതുമ്പോൾ തിമോത്തിയോസിനോടൊക്കെ പോൾ പറയുന്നൊരു ഭാഗമുണ്ട്, ആസ്യക്കാരെല്ലാം എന്നെ വിട്ടുപോയി. 2 തിമോത്തി chapter 1 verses 15 ആണെന്നാണ് എൻ്റെ വിശ്വാസം. 2 തിമോത്തി chapter 1 verses 15 അവിടെ പറയുന്നു, ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമനഗോസും ഒക്കെ ആ കൂട്ടത്തിലുള്ളവരായിരുന്നു എന്നൊക്കെ പറയുന്നൊരു ഭാഗമുണ്ട്. ആസ്യക്കാരെല്ലാവരും വിട്ടുപോയെന്ന് പറഞ്ഞാൽ എല്ലാവരുമല്ല, ഒരു നല്ല കൂട്ടര് ആ ഒരു വിശ്വാസത്യാഗം സംഭവിക്കുവാൻ ഏതാനും വർഷങ്ങൾക്കിടയിൽ തന്നെ ഒരു വിശ്വാസത്യാഗം അവിടെ സംഭവിക്കുവാനായിട്ടിടയായി. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആ റോമൻ ഭരണത്തിൻ്റെ പ്രഷർ, അതുപോലെ തന്നെ ഈ യഹൂദിയ മശിഹൈക ഉപദേശത്തിൻ്റെ ഒരു തള്ളിക്കയറ്റം, ഇതാണ് ഈ കൊരിന്തിലുമൊക്കെ ഉണ്ടായത്. കൊരിന്തിരൊക്കെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാർ, ഞങ്ങൾ പത്രോസിൻ്റെ പക്ഷക്കാരെന്നൊക്കെ പറഞ്ഞ ടീമുകൾ, അതുപോലുള്ളൊരു ഉപദേശം, അതായത് യഹൂദിയ മശിഹൈക വിശ്വാസം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ കാൽവറിയിലൂടെ തുറന്ന ആ രക്ഷണീയ പദ്ധതി, സ്വർഗസ്ഥലങ്ങളെ നിത്യതയിൽ സ്വർഗത്തിൽ വാഴുന്ന ആ പോളിലൂടെ അറിയിച്ച കൃപയുടെ സുവിശേഷമല്ലാതെ മറ്റ് യഹൂദിയ ഉപദേശങ്ങളൊക്കെ ഇതിനിടയിൽ തള്ളിക്കയറുവാനായിട്ടിടയായി. അങ്ങനൊരു വിശ്വാസത്യാഗവും കൺഫ്യൂഷനുകളും ഒക്കെ പരത്തി. കാര്യം സാത്താൻ ഇതിനിടയിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ക്രൂസിൻ്റെ വചനം ലോകം അറിയരുത്. ഹാഡ് ദേ നോൺ ഇറ്റ് ദേ വുഡ് നോട്ട് ഹാവ് ക്രൂസിഫൈഡ് ദ ലോർഡ് ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞ സാത്താൻ അറിഞ്ഞിരുന്നു അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞ സാത്താൻ ഈ വചനത്തിനെതിരെ അന്നും ഇന്നും ഒരുപോലെ പോരാടിക്കൊണ്ടിരിക്കുക. പോൾ സുവിശേഷിച്ച സ്ഥലങ്ങളിൽ തന്നെ വിശ്വാസത്യാഗം സംഭവിച്ചിരിക്കുക. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എപ്പഫ്രാസിനെ റോമിലേക്ക് അയക്കുകയും പോള് എപ്പഫ്രാസിൽ നിന്ന് അറിഞ്ഞ വിഷയത്തിന് മറുപടി എഴുതി അറിയിക്കുകയുമാണ് എഫേസ്യ ലേഖനം എഴുതി അറിയിക്കുക. എഫേസ്യ ലേഖനത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ആ ബന്ധമാണ്. ആ ക്രിസ്തു തലയും സഭ ശരീരവുമായിട്ട്, ബോഡി ഓഫ് ക്രൈസ്റ്റ്, ആ ഒരു ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുവാനായിട്ട് എഴുതിയിരിക്കുന്ന ലേഖനമാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ
സഭയുമായിട്ടുള്ള ബന്ധം എന്താണ്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തരും ഇതിൽ നിന്ന് വിട്ടുമാറുന്നില്ല. വാസ്തവമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. അതിൻ്റെ ആ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ലഭിച്ച ദൈവകൃപ, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. 1-2 അധ്യായത്തിലൊക്കെ എഴുതിയിരിക്കുക എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ. ആ ഒരു പദ്ധതി എന്താണെന്ന് ദൈവം പോളിനെ കാണിച്ചു കൊടുത്തിരിക്കുക. അതിൻ്റെ 2-ാം അധ്യായത്തിലൊക്കെ പറയുന്നത്, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യം, 2-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യം, അവിടെയൊക്കെ പറയാം, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ അവൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വരും കാലങ്ങളിൽ ആ കൃപയുടെ അത്യന്ത ധനം, ഈ നമ്മൾ സംസാരിക്കുന്ന ഈ സുവിശേഷത്തിലെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ, അതായത് നാം സ്വർഗത്തിൽ ചേർക്കപ്പെട്ടതിന് ശേഷം വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയും ചെയ്തു. എത്ര ഭയങ്കര ആഴമേറിയ കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു സുവിശേഷത്തിൽ കൂടി, ഈ ഒരു വിശ്വാസത്തിൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു പുസ്തകത്തിൽ കൂടെ പറയുന്നത്. അതിലെ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് നാം ഈ വായിച്ച് കേട്ടത്. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും കർത്താവായ യേശു ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും വരും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നാം വായിച്ച് കേട്ടത്. അല്പം ഞാൻ ആ പശ്ചാത്തലം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൻ്റെ ആ ഒരു സീരിയസ്നെസ് ഏതെങ്കിലും ഒരു വാക്യം എവിടുന്നെങ്കിലും വായിക്കുന്നത് പോലല്ല. എത്ര ആത്മഭാരത്തോടും എന്തുമാത്രം വേലയെടുത്ത് പ്രവർത്തിച്ച് ജനങ്ങളെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിരുന്ന ആ ഒരു മനുഷ്യനിൽ കൂടെ തന്നെ പരിശുദ്ധ ആത്മാവിനാൽ എന്ത് നടക്കും, അവസാനം എന്താണ് നടക്കുന്നത്, അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും കർത്താവായ യേശു ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നൊരു കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. ഈ കാലമെല്ലാം കഴിയും. അതിനുശേഷം ഒരു കാലസമ്പൂർണത വന്നു കഴിയുമ്പോൾ നാം നിത്യതയിലേക്ക് കടക്കും. അന്ന് എന്ത് നടക്കും എന്ന് അതിൽ കൂടെ പറഞ്ഞിരിക്കുകയാണ്, നമ്മളെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ നാം ഇന്ന് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ നാം മരിക്കുമല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല, നമ്മളെ അടക്കം ചെയ്യും, അതോടുകൂടി എല്ലാം തീർന്നുവെന്ന് അനേകർ ചിന്തിച്ച് ഈ കാലഘട്ടത്തായിരിക്കുമ്പോൾ, ഈ കാലം കഴിഞ്ഞതിന് ശേഷം നാം നിത്യതയിലേക്ക് കടക്കുകയും നാം നിത്യതയിൽ സ്വർഗത്തിൽ നിത്യം ദൈവത്തോടൊപ്പം സ്വർഗീയ സന്തോഷം അനുഭവിച്ച് യുഗായുഗങ്ങൾ നിത്യം വാഴും എന്നുള്ളൊരു വലിയ പ്രത്യാശ ഈ മെസ്സേജിൽ കൂടി പകരപ്പെടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ പറയുന്നത്, അതായത് കാലസമ്പൂർണതയിലെ വ്യവസ്ഥ, ക്രിസ്തു യേശുവിൽ ഈ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ഒന്നായി ചേരും. ഇന്ന് ഇതെല്ലാം സാത്താൻ്റെ അധീനതയിലായിരിക്കുന്നു, ഭൂമി സാത്താൻ്റെ അധീനതയിലായിരിക്കുന്നു, ഈ ലോകത്തിൻ്റെ ദൈവമായിട്ട് അവൻ ആയിരിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യമൊക്കെ പറയുന്നുണ്ടല്ലോ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഒരു മനുഷ്യരോടുമല്ല നമ്മുടെ പോരാട്ടം, ഒരുത്തരോടും നമുക്കൊരു വിരോധം ഉണ്ടാകാൻ പാടില്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും. മനസ്സിലായോ? സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ്. സാത്താനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഈ മനുഷ്യരെ അതിൻ്റെ ആയുധങ്ങളായിട്ട് അവർ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ ആരാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നാം അതാണ് വാസ്തവമായിട്ട് മനസ്സിലാക്കി ശക്തിയോട് പ്രവർത്തിക്കേണ്ടുന്നത്. അതായത് അവൻ കണ്ടില്ലേ, അവൻ ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതിയാണ്. ഈ ലോകവും ഇതിലുള്ളതെല്ലാം അവൻ്റെ അധികാരത്തിന് കീഴിലായിരിക്കുക. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയാണ്. ഇതിനെയെല്ലാം ക്ലെൻസ് ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ അവൻ കർത്തൃത്വം നടത്തുന്നത് പോലെ ആദിയിൽ ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ, ഈ ആകാശവും ഭൂമിയും ഈ സ്വർഗവും ഭൂമിയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം അനാദിയിലെ നിർണയിച്ചിരുന്ന കാര്യം എന്താണോ ആ കാലഘട്ടം പോലെ ആ അനാദിയിലെ നിർണയം പോലെ കാര്യങ്ങളെ തിരിച്ചു കൊണ്ടിരുന്ന ഭാഗമാണ് ഈ വാക്യത്തിൽ കൂടെ പറയുന്നത്. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാല സമ്പൂർണതയിലെ വ്യവസ്ഥ. അന്ന് എന്തായിത്തീരും? കൊലോസി ലേഖനത്തിൽ പറയുന്നുണ്ട് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ആദിയിലെ ആരംഭം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത്. അതുപോലെ നമ്മളെ തിരിച്ചു കൊണ്ടുവരും. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും
സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ സൃഷ്ടിയുടെ ആരംഭം മുതൽ, അതിനു മുൻപ് മുതൽ, ഉലക സ്ഥാപനത്തിന് മുമ്പ്, അനാദി നിർണയത്തിന് മുൻപ് മുതൽ ഇതിനെ മുഴുവനും സൃഷ്ടിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനു വേണ്ടിയും യേശു ക്രിസ്തു മുഖാന്തരവുമാണ്. ആ ഒരു ഒറിജിനൽ പർപ്പസിലേക്ക് ഈ കാലം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ് പറയുന്നത്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. ആ കാലസമ്പൂർണതയ്ക്ക് മുമ്പ് ദൈവം പ്ലാൻ ചെയ്തിരുന്നതാണിത്. ഉലകത്തിലുള്ളതും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, ദൃശ്യമാകട്ടെ അദൃശ്യമാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ, ഇതെല്ലാം യേശു ക്രിസ്തുവിന് വേണ്ടിയും കർത്താവിനാലും നമുക്ക് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന, അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. 20-ാം വാക്യം കണ്ടോ? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ പല ആവർത്തി വായിക്കണം. ഈ വാക്യങ്ങൾ തന്നെ നിങ്ങളോട് സംസാരിക്കും. ഇതെല്ലാം വായിക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ഹൃദയത്തിനും ഒക്കെ ഇതൊരു ആശ്വാസമാണ്. ഇവിടെ പറയുന്നത് കണ്ടില്ലയോ? കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതിനും എല്ലാം നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അത് ആ ഉലക സ്ഥാപനത്തിന് മുമ്പേ, അനാദി നിർണയത്തിന് മുമ്പേ ഇത് മുഴുവനും കർത്താവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ കൊണ്ടുവരണം എന്നുള്ള ദൈവിക പ്ലാൻ പോലെ ഈ എഫേസ്യ ലേഖനത്തിലും പറഞ്ഞിരിക്കുകയാണ്. അത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം ക്രിസ്തുവിൽ പിന്നെയും ഒന്നായി ചേർക്കാം എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ വരും. എന്നിരുന്നാലും നാം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും രണ്ട് തലങ്ങളാണ്. ഇത് സ്വർഗത്തിലും ഇത് നിത്യതയിലും 2 തലങ്ങളായിട്ട് തന്നെ തുടരും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരിക്കുക, ആൻഡ് ഐ ഹാവ് സീൻ എ ന്യൂ ഹെവൻ ആൻഡ് എ ന്യൂ എർത്ത്. ഈ ആകാശവും ഈ ഭൂമിയും, അതായത് ഈ സ്വർഗവും ഈ ഭൂമിയും എല്ലാം ഒഴിഞ്ഞു പോയതിനു ശേഷം ദൈവം ഒരു റീക്രിയേഷൻ നടത്തുക. ആ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും, അതിലും 2 തലങ്ങളായിട്ട് അതിനെ നിർത്തിയിരിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിത്യതയിലും 2 തലങ്ങളായിട്ട് തന്നെ തുടരും. ബട്ട് ഇത് രണ്ടും കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ വരുവാനായിട്ട് ഇടയായിത്തീരും. തിരുവചനം അസന്നിഗ്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ അടുത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്, ഞാൻ ഓടിച്ച് ചില 5 മിനിറ്റ് കൊണ്ട് അതൊന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. അടുത്തതായിട്ട് എന്താണ് നടക്കാൻ പോകുന്ന ഈവൻറ്റുകൾ? നമ്മുടെ സഭായോഗമാണല്ലോ, കൂടി വരുന്നവർക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ സഭായോഗത്തിൽ അതിനെക്കുറിച്ചൊരു അല്പമായ ധാരണ നിങ്ങൾക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുക. അടുത്ത ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയവും കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുവാനായിട്ടും നാം ഇവിടുന്ന് ചേർക്കപ്പെടുവാനായിട്ടും ഇടയായിത്തീരും. അതായത് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേർന്ന് കഴിയുമ്പോൾ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാവുകയും നാം ഇവിടുന്ന് ചേർക്കപ്പെടുകയും ചെയ്യും. റാപ്ചറിൽ സഭ ഇവിടുന്ന് ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന ആ കാലഘട്ടം ഇവിടെ അവസാനിക്കും. അല്ലെങ്കിൽ കൃപായുഗം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിന് തിരശീല വീഴും. അതിനുശേഷം ഇവിടെ ആ ഒരു പീഡനകാലം, അല്ലെങ്കിൽ 7 വർഷത്തെ ആ ഒരു മഹാപീഡനകാലം ആരംഭിക്കുകയും യഹൂദനെ അതിലൂടെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവിക പദ്ധതി നിറവേറുകയും ചെയ്യും. അപ്പോസ്തല പ്രവൃത്തികൾ 8 വെച്ച്, അല്ലെങ്കിൽ സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ സമയത്ത് വെച്ച് ദൈവം യഹൂദനെ കൈവിടുകയും ഒരു പുതിയ ഡിസ്പെൻസേഷൻ ആരംഭിക്കുകയും പൗലോസ് അപ്പോസ്തലനെ സ്വർഗത്തിൽ നിന്നും ദൈവം ആ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്താണ്, അതിലെ ദൈവിക വ്യവസ്ഥയെന്ന് അറിയിക്കുവാൻ 13 ലേഖനങ്ങളിൽ കൂടി അത് നമ്മളെ എഴുതി അറിയിക്കുകയും ചെയ്തിരിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ആ സഭ ഇവിടുന്ന് ചേർക്കപ്പെടും. റാപ്ചറിൽ ഇവിടുന്ന് ചേർക്കപ്പെട്ടതിന് ശേഷം ദൈവം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകും. അവരോട് പറഞ്ഞിരിക്കുന്ന ആ പീഡനകാലത്തിലേക്ക് അവർ കടക്കുവാനായിട്ട് ഇടയായിത്തീരും. യിരെമ്യാ പ്രവാചകൻ മുതലേ പ്രവചിച്ചിരിക്കുന്ന അത് യാക്കോബിന് കഷ്ടം, അത് അയ്യോ കഷ്ടം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് ദാനിയേലിനെ കാണിച്ചു കൊടുത്തിരിക്കുന്ന 70-ാം ആഴ്ചവട്ടം എന്ന് പറയുന്ന ആ കാലഘട്ടം, അതായത് യോഹന്നാൻ അപ്പോസ്തലനിൽ കൂടെ എഴുതിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ ആ ഒരു കാലഘട്ടം, ആ ഒരു സമയത്തിലേക്ക് അവർ കടക്കുവാനായിട്ട് ഇടയായിത്തീരും. ആ 7 വർഷത്തെ ട്രിബുലേഷൻ പീരീഡ്, അതിൻ്റെ അവസാനം കർത്താവ് രാജാതിരാജാവായിട്ട് സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും
ആ ഒലിവ് മലയിൽ നിന്നും പോയതുപോലെ മടങ്ങി ആ ഒലിവ് മലയിലേക്ക് വരികയും ചെയ്യും. നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? കർത്താവ് സ്വർഗത്തിലേക്ക് പോയതുപോലെ വീണ്ടും വരും എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ആ ഒലിവ് മലയിലേക്ക് മടങ്ങി വരികയും രാജാവായിട്ട് ഈ ലോകത്തെ വാഴുകയും ചെയ്യും. കർത്താവിൻ്റെ ആ മടങ്ങി വരവിൽ ആ ഒലിവ് മലയിൽ പാദം ചവിട്ടുമ്പോൾ മരിച്ചുപോയ വിശുദ്ധന്മാരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയും അവരെല്ലാം കർത്താവിനോട് ചേർന്ന് ആ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കുകയും ചെയ്യും. അവിടെ ഒരു തേജസ്സിൻ്റെ സിംഹാസനം വിരിക്കുകയും അതുവരെ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും അവർക്ക് പ്രതിഫലം ലഭിക്കുകയും അങ്ങനെ അവർ 1000 ആണ്ട് വാഴ്ചയിൽ കടക്കുകയും ചെയ്യും. ഇതാണ് പത്രോസ് അപ്പോസ്തലൻ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചത്. ഞങ്ങൾ സകലവും ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അപ്പോസ്തലനോട് കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ 12 പേരും മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ പുനരുദ്ധാനം പ്രാപിച്ച് കർത്താവിനോടൊപ്പം 1000 ആണ്ട് വാഴ്ചയിൽ 12 ഗോത്രങ്ങൾക്കും 12 സിംഹാസനത്തിലിരുന്ന് ന്യായം വിധിക്കും എന്ന് കർത്താവ് അവർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദത്തം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേകർ അന്ന് അതുവരെ ഉണ്ടായിരുന്നു, അതായത് ആദാമിൻ്റെ കാലം മുതൽ ഉണ്ടായിരുന്ന എല്ലാ വിശുദ്ധന്മാരും അവർ ഉയർത്തെഴുന്നേൽക്കുകയും അങ്ങനെ അവർ 1000 ആണ്ട് ജീവിച്ച് കർത്താവിനോടൊപ്പം വാഴുകയും ചെയ്യും. അപ്പോൾ തന്നെ സാത്താനെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിലിടുന്നതായിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ ഒരു നട്ട്ഷെല്ലിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. ആ ഒരു 1000 ആണ്ട് വാഴ്ചയിൽ അവർ കർത്താവിനോടൊപ്പം ആയിരിക്കുകയും എന്താ പറയുന്നത്, ഒരു ഏദൻ തോട്ടത്തിലെ ഒരു അനുഭവം പോലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള പ്രാർത്ഥന, ആ ലോർഡ്സ് പ്രേയർ അക്ഷരാർത്ഥത്തിൽ നിറവേറുകയും അവർ സകല സൗഭാഗ്യങ്ങളോടും കൂടെ ഈ ലോകത്തിലായിരിക്കുകയും ഇവിടെ യഹൂദന്മാരിൽ കൂടി ഇസ്രായേലിൽ കൂടി ജാതികൾ അനുഗ്രഹിക്കപ്പെടുകയും അവരിൽ കൂടെ നന്മയും കരുണയും ഒക്കെ ഒഴുകുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹീതമായ ഒരു കാലഘട്ടത്തിലേക്ക് അവർ കടക്കും. എന്നാൽ അതിൻ്റെ അവസാനം 1000 ആണ്ടിൻ്റെ അവസാന സമയത്ത് ഈ സാത്താനെ ദൈവം ആ ചങ്ങലയിൽ നിന്നും അതിൽ നിന്നും വീണ്ടും ഒന്നുകൂടെ അഴിച്ചുവിടുകയും അങ്ങനെ സാത്താൻ വീണ്ടും ലോകത്തെ മുഴുവനും ഇറങ്ങി ഒരു കലക്കലും ഒരു തെറ്റീരും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ അവസാനത്തോടെ ഗോഗ് മാഗോഗ് യുദ്ധം നടക്കുകയും സ്വർഗത്തിൽ നിന്നും ദൈവം തീ ഇറക്കി അതിനെ നശിപ്പിക്കുകയും അങ്ങനെ സാത്താനെയും അവൻ്റെ സൈന്യത്തെയും എന്നേക്കുമായിട്ട് അഗാധ കൂപത്വത്തിലേക്ക് നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയുകയും ചെയ്യും. അതിനുശേഷം ഒരു വെള്ള സിംഹാസനം ദൈവം വിരിക്കുകയും ആ വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റിൽ കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കുകയും ഈ 1000 ആണ്ടിൽ കൂടെ കടന്നുപോയ സകല ജനത്തെയും ന്യായം വിധിക്കുകയും ആദം മുതൽ മരിച്ചുപോയ ദുഷ്ടന്മാരായ ജനങ്ങൾ, നീതിമാന്മാർ കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ദുഷ്ടന്മാരായവർ ഇന്നും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവരെല്ലാവരും ഈ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയിൽ ഉയർത്തെഴുന്നേറ്റ് വരികയും അവിടെ വെച്ച് ഒരു വലിയ ന്യായവിധി ഉണ്ടാവുകയും കോലാടിനെയും ചെമ്മരിയാടിനെയും തിരിക്കുകയും നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടുകയും മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു. പുസ്തകത്തിൽ പേരെഴുതാത്തവരെ നിത്യനരകാഗ്നിയിലേക്ക് അവൻ തള്ളിക്കളഞ്ഞു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരുടെയും അന്ത്യം നിത്യനരകാഗ്നി എന്നൊക്കെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൽ എഴുതിയിരിക്കാൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാണ് ഇതിൻ്റെ ഒരു രത്നചുരുക്കം. അതിനുശേഷം ആ വെള്ള സിംഹാസനത്തിലെ ന്യായവിധിക്ക് മുൻപായി ആകാശവും ഭൂമിയും അഴിഞ്ഞു പോവുകയും അതിനുശേഷം ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ പുതിയ ഭൂമിയിലേക്കാണ് സ്വർഗത്തിൽ നിന്നും മണവാട്ടിയെ പോലെ അലങ്കരിച്ച ആ ഒരു സ്വർഗീയ ഭവനം ഇറങ്ങി വരികയും അതിന് 12 ഗോപുരവും 12 അടിസ്ഥാനങ്ങളും 12 തൂണും 12 മതിലുകളും ഒക്കെ ആയിട്ടുള്ള ആ യഹൂദീയ പദ്ധതി, ആ ഹോളി ഓഫ് ഹോളീസ് മാതിരി സമചതുരാകൃതിയിലുള്ള ആ ഒരു സ്വർഗീയ ഭവനം അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും അതിൽ അവർ നിത്യം വാഴുകയും ചെയ്യും. എന്നാൽ ഇതിനു മുൻപേ നാം റാപ്ചറിൽ ചേർക്കപ്പെടുകയും നാം സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം നിത്യം വാഴുകയും ചെയ്യും. ഈ സ്വർഗവും ഭൂമിയും രണ്ടും 2 പദ്ധതിയാണ്, രണ്ടും 2 തലങ്ങളാണ്. അതാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. ഇത് രണ്ടിൻ്റെയും കർത്തൃത്വം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധീനതയിൽ കർത്താവിൻ്റെ ആ ഒരു കർത്തൃത്വത്തിലാകുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തെ സ്പെസിഫിക്കലി പ്രതിപാദിച്ചുകൊണ്ട് നമ്മൾ അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പഠിച്ച ആ ബുക്കിൻ്റെ അവസാനം എഴുതിയിരിക്കുന്ന ഒരു പാരഗ്രാഫ് മാത്രം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിങ്ങനെയാണ് ഈ വാക്യത്തെ റെഫർ ചെയ്തുകൊണ്ട് പറയുന്നത്. ദസ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ടൈംസ് വിൽ ബിഗിൻ. അതായത് ഈ കാല സമ്പൂർണ്ണത ഉണ്ടാവും, ആ കാലം കഴിയും, അതിനുശേഷം നാം നിത്യതയിലേക്ക് കടക്കും.
ആ ഫുൾനെസ് ഓഫ് ടൈം എന്ന് പറയുന്ന ആ ഒരു കാലസമ്പൂർണത ഉണ്ടാകും. ജീസസ് ക്രൈസ്റ്റ് വിൽ ബി the blessed and only potentate, the King of Kings and the Lord of Lords. Over all of creation, എല്ലാ സൃഷ്ടിമേലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വം ആവും. ബോത്ത് ഇൻ ഹെവൻ ആൻഡ് ഇൻ എർത്ത്, രണ്ട് സ്ഥലങ്ങളിലും, സ്വർഗത്തിലും ഭൂമിയിലും ആ ദൈവിക കർത്തൃത്വം നടത്തപ്പെടും. റിഡീംഡ് ഇസ്രായേൽ വിൽ ബി റൂളിംഗ് വിത്ത് ക്രൈസ്റ്റ് ഓൺ എർത്ത്. കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടി അവർ ആ സ്വർഗത്തിൽ ആ ഭൂമിയിൽ, അതായത് ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന നിത്യഭവനം, അതിൽ വാഴുകയും. റിഡീംഡ് ഇസ്രായേൽ വിൽ ബി റൂളിംഗ് വിത്ത് ക്രൈസ്റ്റ് ഓൺ എർത്ത് ആൻഡ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് വിൽ ബി റൂളിംഗ് വിത്ത് ഹിം ഇൻ ദ ഹെവൻലി പ്ലേസസ്. ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, നാം കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ വാഴുകയും ചെയ്യും. ഇത് രണ്ടും കൊലോസ്യ ലേഖനം 1:16 വായിക്കുന്നത് പോലെ കർത്താവിനായും യേശു ക്രിസ്തുവിനായും യേശു ക്രിസ്തു മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു. സകലവും അവൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ വരുവാനായിട്ട് ഇടയായിത്തീരും. ഇതാണ് എഫേസ്യ ലേഖനം 1:10 കൂടി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അത് ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാല സമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി തന്നെ നമുക്കതിനു വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാം. ഇന്ന് വളരെ നിസ്സാരമായിട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ കൊടുത്തു തീർത്തിരിക്കുന്ന ആ വില, അത് നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നമ്മത് നഷ്ടമാക്കി ഈ സാത്താൻ്റെ അധീനതയിൽ അകപ്പെട്ടു പോകുന്നതിനിടയായിത്തീരാതെ, സാത്താനോടുകൂടി നിത്യ നരകാഗ്നിയിൽ ചെന്ന് ചേരുന്നതിനിടയായിത്തീരാതെ, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി ഹല്ലേലൂയ കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട്, ആ ക്രൂശിന് നന്ദി പറഞ്ഞുകൊണ്ട്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആഴമായ സുവിശേഷത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കാം. നമുക്ക് കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ നിത്യം വാഴുവാനുള്ള ഈ സൗഭാഗ്യം, ഈ അനുഗ്രഹീതമായ വാഗ്ദത്തം നാം വൃഥാവാക്കി കളയാതെ കർത്താവിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന ഈ ലോകത്തിൽ ഈ സഭയിൽ കൂടി വരികയും എന്നെ കേൾക്കുകയും ഈ സത്യസുവിശേഷം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരുത്തർ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവം പ്രത്യേക കൃപ നിങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ പകരട്ടെ. അനേകരോട്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് ഈ സത്യസുവിശേഷം അറിയിക്കുവാൻ ഒരാത്മഭാരം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അധ്വാനിക്കാം. മറനാഥ, ഗ്രേസ് ബി വിത്ത് യു. ദീപമായണയും വേദനയിൽ സാന്ത്വനം അരുളും യേശു, നീ നല്ല ഇടയൻ. രാവിലും പകലിലും കാവലായി കരുതുവാൻ കൂടെ നീ ഉള്ളതാൽ വാഴ്ത്തിടും. രാവിലും പകലിലും കാവലായി കരുതുവാൻ കൂടെ നീ ഉള്ളതാൽ വാഴ്ത്തിടും. കൂരിരുളിൽ ദീപമായണയും വേദനയിൽ സാന്ത്വനം അരുളും യേശു, നീ നല്ല ഇടയൻ. രാവിലും പകലിലും കാവലായി കരുതുവാൻ കൂടെ നീ ഉള്ളതാൽ വാഴ്ത്തിടും. രാവിലും പകലിലും കാവലായി കരുതുവാൻ കൂടെ നീ ഉള്ളതാൽ വാഴ്ത്തിടും. പാവനനാം അജപാലകൻ, പാപികളാം
നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സഭായോഗം നമുക്ക് അവസാനിപ്പിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ആദ്യം മുതൽ ഈ സമയം വരെയും സർവശക്തനായിരിക്കുന്ന കർത്താവിൻ്റെ കൃപയും ഇന്നത്തെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ സകലവിധമായിരിക്കുന്ന നടത്തിപ്പും അടിയങ്ങളോട് കൂടെ ഇരുന്നതിനായിട്ട് ഞങ്ങളുടെ വാത്സല്യനിധിയായ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു ദിവസം തന്നല്ലോ കർത്തൃസന്നദ്ധിയിൽ ചിലവഴിപ്പാൻ. കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട്, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പങ്കിട്ടുകൊണ്ട്, ഞങ്ങളുടെ കർത്താവിന് പാടിക്കൊണ്ട്, ഞങ്ങളുടെ കർത്താവിൻ്റെ കീർത്തനങ്ങളെ ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ധ്യാനിച്ചുകൊണ്ട്, കർത്താവെ, ഞങ്ങൾക്കിന്ന് തിരുസന്നിധിയിൽ ചിലവഴിപ്പാൻ തന്ന ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആദ്യോടന്തം തിരുകൃപ ഞങ്ങളോട് കൂടിയിരുന്നു. ദൈവമേ, ഞങ്ങളിന്ന് പഠിച്ചതായിരിക്കുന്ന നിൻ്റെ വചനത്തിലെ മാറ്റമില്ലാത്ത സത്യങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. സ്വർഗത്തിലെ ദൈവമേ, ആ വചനം കേൾവിക്കാരായിരിക്കുന്ന അനേകരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുകയും അനേകർ ഈ സത്യം മനസ്സിലാക്കുകയും അനേകർക്ക് രൂപാന്തരമുണ്ടാകുവാൻ, ക്രിസ്തു യേശുവിനെ അവരുടെ രക്ഷിതാവും കർത്താവുമായി കണ്ടെത്തുവാൻ കാരണമായി തീരുകയും ഇനിയും അനേകർ ഈ സത്യത്തിൻ പ്രകാരം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ശുശ്രൂഷ ചെയ്തായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളെ ഇപ്പോൾ ഞങ്ങളുടെ സഭാ ഹാളിൽ നിന്ന് പിരിയുന്നു എന്നിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളെ പോറ്റുകയും പുലർത്തുകയും സമാധാനത്തോടെ സൂക്ഷിക്കുകയും ഞങ്ങളുടെ സകലവിധമായിരിക്കുന്ന കാര്യാദികളിലും അവിടുത്തെ ആലോചനയിൽ നടത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. മാറ്റമില്ലാത്ത നിൻ്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മറയ്ക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിനായ സ്തോത്രം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു മുഖാന്തരമാകിയാൽ ഈ അപേക്ഷയും തിരുമുമ്പിൽ കൃപയോടെ സ്വീകരിക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അടികളോടും അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവ് വരെയും എന്നുവന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം, ക്രൂസിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. മാറാനാഥ, ഗ്രേസ് ബി വിത്ത് യു. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ, സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയായി. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ, വാഴ്ത്തുന്നേ എൻ യേശുരാജനെ, സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയായി. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ. എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ പാപം തീർത്തു നീ നിൻ ശാപമൃത്യുവാൻ, എൻ പാപം തീർത്തു നീ ശാപമൃത്യുവാൻ. എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ, ദൈവ സ്നേഹദീപമേ, എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ,
ആശ്വാസമേതുമേ മരുവാസമാകവേ ആശ്വാസമേതുമേ കാണാതൊഴന്നു ഞാൻ പാരം തളർന്നിതാ കാണാതൊഴന്നു ഞാൻ പാരം തളർന്നിതാ കൂട്ടുകാരും ഇല്ല ശ്വാസമായി എനിക്കില്ല ശ്വാസമായി കൂട്ടുകാരും ഇല്ല ശ്വാസമായി എനിക്കില്ല ശ്വാസമായി കർത്തനേശുവിൻ സഖിത്വമുള്ള ഞാൻ എന്തു പാരും ക്ഷീണിപ്പാൻ കർത്തനേശുവിൻ സഖിത്വമുള്ള ഞാൻ എന്തു പാരും ക്ഷീണിപ്പാൻ വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയായി വാഴ്ത്തുന്നേ എൻ യേശുരാജനെ ഓ ഹല്ലേലൂയ നിൻ സന്നിധാനത്തിൽ സന്തോഷമെൻ